ഒരു കൊടും ഭീകരനെ സംരക്ഷിച്ച് നിർത്തുന്ന തിരക്കിലാണ് പാകിസ്ഥാൻ. വേലിയിൽ കിടന്ന പാമ്പിനെ അല്ല പാകിസ്ഥാൻ തോളത്ത് വെച്ചത്, മറിച്ച് പാല് കൊടുത്ത് വളർത്തി അയൽപക്കത്ത് പോയി കടിക്കാൻ നിയോഗിച്ച പാമ്പാണ് പറഞ്ഞു വരുന്നത്. ഹഫീസ് സയ്യിദിനെ കുറിച്ചാണ്. ലോകം ഇന്ന് ഒരു പരിധിവരെ ബിൻ ലാഡൻ്റെ സ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന കൊടും ഭീകരൻ, ലഷ്കർ ഇ തോയ്ബയുടെ സുപ്രീമോ, ലഷ്കർ ഇ തോയ്ബയുടെ സ്ഥാപകനും പാകിസ്ഥാൻ്റെ മണ്ണിൽ ലാഹോറിൽ താമസക്കാരനുമായ ഹഫീസ് സയ്യിദിനെ മൾട്ടിപ്പിൾ ലെയർ സെക്യൂരിറ്റിയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടായിരുന്നു അത്. കാരണം എന്തൊരു പാടാണ്. ഒരു ഭീകരന്മാരോട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നു. ഹഫീസ് സയ്യിദിന് മുംബൈ ഭീകരാക്രമണവുമായി ബന്ധമുണ്ട്, മറ്റ് പല ആക്രമണങ്ങളുമായി ബന്ധമുണ്ട്. പാകിസ്ഥാനിൽ തന്നെ വിചാരണ ചെയ്ത് 46 വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളാണെന്ന് ഓർക്കണം. അപ്പോൾ വീട്ടു തടങ്കലിൽ ആണെന്ന് വേണമെങ്കിൽ ആ രീതിയിലുള്ള തടങ്കലാണ് എന്ന് പറഞ്ഞാൽ 5 സ്റ്റാർ സൗകര്യങ്ങളുള്ള, സാങ്കേതികമായി പറഞ്ഞാൽ തടവാണ്, പക്ഷേ 5 സ്റ്റാർ സൗകര്യങ്ങളുള്ള എല്ലാ സൗകര്യങ്ങളും നൽകപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അദ്ദേഹം ഇനിയിപ്പോൾ ലാഹോറിൽ താമസിച്ചാൽ അദ്ദേഹത്തിന് നേരെ ഇന്ത്യയുടെ ആക്രമണം ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. കാരണം ഇന്ത്യ ഇനിയും ചെറിയ മീനുകളെ അല്ല ഇനിയും ഇന്ത്യ തിരയാൻ പോകുന്നത്. അത് ഏതാണ്ട് പാകിസ്ഥാൻ ഉറപ്പായി. അതിർത്തിയിലുള്ള ചില ലഷ്കർ ഇ തോയ്ബ ക്യാമ്പുകളിലോ അല്ലെങ്കിൽ ജയ്ഷെ മുഹമ്മദിൻ്റെ ക്യാമ്പുകളിലോ മുൻകാലങ്ങളിൽ നടത്തിയ പോലെയുള്ള സർജിക്കൽ സ്ട്രൈക്ക് അതൊക്കെ പഴങ്കഥയായി മാറിയിരിക്കുന്നു. ഇനിയിപ്പം ടോപ്പ് ഗൺസിനെ പിടിക്കാനാണ് സാധ്യത. അതിന് മാത്രമേ ഒരു വാല്യൂ ഉള്ളൂ. ഇതിൻ്റെ പിന്നിൽ അതാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ ദിവസവും പറഞ്ഞത് ഇതാണ്, ഏതറ്റം വരെ പോയും ഞങ്ങൾ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചവരെ പിടിക്കും. വെറും കൂലിപ്പട്ടാളമാണ്, മെർസിനറീസാണ് ഈ പഹൽഗാമിൽ വന്ന് ആക്രമണം നടത്തിയത്. അവരൊക്കെ ഇതിൻ്റെ മാപ്പസാക്ഷികൾ, അവരൊക്കെ വെറും ചിഹ്നന്മാർ മാത്രമാണ്. ഇതിൻ്റെ പിന്നിലെ വൻപൻ ബുദ്ധി കേന്ദ്രങ്ങൾ അത് ISIയുടെ തലപ്പത്തുള്ള ആളുകൾ, അവരുടെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘങ്ങൾ, അതിൻ്റെ തലവന്മാർ. അതുകൊണ്ടാണ് ഹഫീസ് സയ്യിദിൻ്റെ പേരവിടെ പ്രധാനമായിട്ടും വരുന്നത്. ഇയാൾക്ക് 24/7 സെക്യൂരിറ്റി ഒരുക്കിയിരിക്കുകയാണ് പാക് സൈന്യവും പാക് ISIയും പാകിസ്ഥാൻ്റെ മറ്റ് സംവിധാനങ്ങളും എല്ലാം ചേർന്നുകൊണ്ട് ലഷ്കർ ഇ തോയ്ബ ഉൾപ്പെടെ ആ സംവിധാനങ്ങൾ ഉൾപ്പെടെ സൈന്യം ഒരുക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് നോ ഫ്ലൈ സോൺ. ഈ വ്യക്തിയെ പാർപ്പിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ അജ്ഞാത കേന്ദ്രത്തിന് ചുറ്റും ഒരു നോ ഡ്രോൺ ഏരിയ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. മാത്രമല്ല പല ഇടങ്ങളിലും കറാച്ചിക്ക് മുകളിലും ലാഹോറിന് മുകളിലുമൊക്കെ നോ ഫ്ലൈ സോൺ പ്രഖ്യാപിച്ച പാകിസ്ഥാനെ കണ്ടു. കാരണം അവരുടെ ഒരു വിമാനം അവിടെ പറക്കണ്ട എന്നുള്ളത്, ഒരു ഏറിയൽ ഒബ്ജക്റ്റും വേണ്ട. അതുകൊണ്ട് ഇപ്പോഴൊരു കാര്യം വ്യക്തമാണ്, നമ്പർ 1 ടാർഗറ്റ് പാകിസ്ഥാൻ കരുതുന്ന, ഇന്ത്യ ആക്രമിക്കുമെന്ന് കരുതുന്ന നമ്പർ 1 ടാർഗറ്റ് ഹഫീസ് സയ്യിദാണ്. അതാണ് കാവ്യനീതി. ബോംബെ ഭീകരാക്രമണം 2008 മുംബൈ ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരൻ, അതിന് മുൻപും ശേഷവും നടന്ന അനവധി ചെറുതും വലുതുമായ ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരൻ, ലഷ്കർ ഇ തോയ്ബയുമായി ബന്ധപ്പെട്ട എല്ലാ ആക്രമണങ്ങളുടെയും അവസാന വാക്ക് എന്ന് പറയുന്നത് ഹഫീസ് സയ്യിദിൻ്റെയാണ്. അങ്ങനെയെങ്കിൽ പഹൽഗാമിന് മറുപടി കൊടുക്കണമെങ്കിൽ, മരിച്ചുപോയ കൊല്ലപ്പെട്ട 26 ഫാമിലിക്ക് നീതി ലഭിക്കണമെങ്കിൽ അതിൻ്റെ അൾട്ടിമേറ്റ് ബ്രെയിൻ, ദ ലാസ്റ്റ് വേർഡ്, ഹഫീസ് സയ്യിദിൻ്റെ തലയ്ക്ക് വിലയുണ്ടാകണം. ആ തലയ്ക്ക് വിലയിട്ടു അമേരിക്ക $10 മില്യൺ, അല്ലേ? അത്രയും വിലപിടിപ്പുള്ളൊരു തലയാണത്. അത് വിവരം നൽകുന്നവർക്ക് അല്ലെങ്കിൽ എഫക്റ്റീവ്ലി അയാളെ തട്ടിക്കളയുന്നവർക്ക് അമേരിക്ക പ്രഖ്യാപിച്ച ഇനാമാണ്. യുണൈറ്റഡ് നേഷൻസും കൊടും ഭീകരരുടെ പട്ടികയിലാണ് ഈ വ്യക്തിയെ കണ്ടിട്ടുള്ളത്. പാകിസ്ഥാൻ മാത്രം കൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് ഒന്നാലോചിക്കൂ, എത്രത്തോളം അബദ്ധമാണ്. ഇപ്പം അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ പാകിസ്ഥാൻ നല്ല പിള്ള ചമയുന്നു. ഞങ്ങൾക്ക് ഭീകരരുമായി ബന്ധമില്ല, ഇത് നിഷ്പക്ഷ ഒരു സമിതി അന്വേഷിക്കണം പഹൽഗാം. നിഷ്പക്ഷ സമിതി അന്വേഷിച്ചാലും, ഇന്ത്യ അന്വേഷിച്ചാലും, ലോകരാജ്യങ്ങളെല്ലാം ചേർന്ന് അന്വേഷിച്ചാലും, ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു സ്പെഷ്യൽ ടീം ഒന്ന് അന്വേഷിച്ചാലും ഹഫീസ് സയ്യിദിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇല്ല എന്ന് പറയാനാവുമോ? ഇത് ലഷ്കർ ഇ തോയ്ബയുടെ സംവിധാനമാണ്. അതുകൊണ്ടാണ് ഈ ഒരു പവേഴ്സ്, ലോക രാഷ്ട്രങ്ങൾ
വലിയ അമ്പരപ്പിലാണ്. കാരണം പാകിസ്ഥാൻ സാധാരണഗതിയിൽ വേണമെങ്കിൽ കൈയൊഴിയാം, അല്ലെങ്കിൽ ഈ വൻപൻ സന്നാഹങ്ങൾ ഒരുക്കി ഒരു ഭീകരനെ സംരക്ഷിക്കേണ്ട ഒരു ഗതികേട് രാജ്യത്തിനുണ്ടായല്ലോ എന്ന് പല രാജ്യങ്ങളും വിചാരിക്കുന്നുണ്ടാകും. അതുകൊണ്ട് പാകിസ്ഥാൻ നയതന്ത്ര നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാകാൻ സാധ്യത. അതൊരു വശം. 2, പാകിസ്ഥാൻ ഈസ് ഹോപ്പിംഗ് അഗൻസ്റ്റ് ഹോപ്പ് ദാറ്റ് അൾട്ടിമേറ്റ്ലി അമേരിക്ക വിൽ കം ടു ഇറ്റ്സ് റെസ്ക്യൂ ലൈക്ക് ഏർലിയർ ടൈംസ്. അമേരിക്ക വരും, സഹായിക്കും, വലിയേട്ടൻ വരും. അമേരിക്ക ഇവരെ പണിയുണ്ട്. അതാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അമേരിക്ക ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചക്കളത്തെ പോരാട്ടം എന്ന നിലയിൽ മാത്രമേ അമേരിക്ക ഇതിനെ ഇപ്പോൾ കാണുന്നുള്ളൂ. ലോക വ്യാപാരത്തെ തന്നെ അട്ടിമറിക്കാൻ പര്യാപ്തമായ രീതിയിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം മൂർച്ഛിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ സ്ട്രാറ്റജിക് ഇക്കണോമിക് ഇൻട്രസ്റ്റ് അവതാളത്തിലാകും. അപ്പോൾ അമേരിക്കയ്ക്ക് സൈനികമായിട്ടല്ല മറ്റേതെങ്കിലും നയതന്ത്ര രീതിയിൽ ഇടപെടേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം, അമേരിക്ക ഇതൊക്കെ പറയുമ്പോഴും ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കറും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോയും തമ്മിൽ കഴിഞ്ഞ ദിവസം ടെലിഫോണിക് കോൺവെർസേഷൻ നടന്നു. കഴിഞ്ഞ 24 മണിക്കൂർ നടന്ന കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഈ ചരിത്രവും പഴംപുരാണോ ഒന്നും പറയുന്നില്ല. അതിൽ ഇന്ത്യ ക്ലെയിം ചെയ്യുന്നത് അമേരിക്ക ഫുൾ സപ്പോർട്ട്. ഈ സപ്പോർട്ട് എന്ന വാക്ക് എന്തോ ഒരു മിസ്ലീഡിംഗ് ആണ്. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സൈനിക സഹായം എന്നല്ല അർത്ഥം. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആക്രമണം നടന്നു, അതിൽ അമേരിക്ക ഞെട്ടൽ രേഖപ്പെടുത്തുന്നു, ആശങ്ക രേഖപ്പെടുത്തുന്നു. ഇന്ത്യക്ക് ഈ അവസരത്തിൽ ദിസ് അവർ ഓഫ് ക്രൈസിസ് എല്ലാ ധാർമ്മിക പിന്തുണയും നൽകുന്നു. ധാർമ്മിക പിന്തുണ കൊണ്ട് എന്ത് കാര്യം? ഐക്യരാഷ്ട്ര സംഘടനയിൽ പാകിസ്ഥാൻ ഈ വിഷയം ഉന്നയിക്കുമെന്ന് 100% ഉറപ്പാണ്. 2 വിഷയങ്ങൾ ഉന്നയിക്കും. ഒന്ന്, ജലം തടയുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തെ ഒരു മനുഷ്യാവകാശ വിഷയമായി കണ്ടുകൊണ്ട് പാകിസ്ഥാൻ ഉറപ്പായി അത് റെലവൻറ്റ് UN വേദികളിൽ ഉന്നയിക്കും. 2, ഈ വിഷയം സ്വമേധയാ യുണൈറ്റഡ് നേഷൻസ് ഏതെങ്കിലും ഒരു രാജ്യം കൊണ്ടുവരുന്ന ഒരു പ്രമേയം, പാകിസ്ഥാനെ സപ്പോർട്ട് ഏതെങ്കിലും ഒരു കൊച്ചു രാജ്യം ഒരു പ്രമേയം കൊണ്ടുവരും. ഇന്ത്യ ആക്രമണം ഏതെങ്കിലും സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയെന്ന് തന്നെ വെച്ചോളൂ, അല്ലെങ്കിൽ ആക്രമണം നടത്തിയെന്ന് വെച്ചോളൂ. അതിന് തീർച്ചയായും അതിനെ അപലപിക്കുന്ന വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രമേയം ഉറപ്പായും വരുമല്ലോ. അതിൽ സംശയമൊന്നുമില്ലല്ലോ. പാകിസ്ഥാൻ തന്നെ കൊണ്ടുവരണമെന്നില്ല, ഏതെങ്കിലും രാജ്യത്തെ കൊണ്ട് കൊണ്ടുവരിപ്പിക്കാം. ഒരു രാജ്യം പാകിസ്ഥാൻ വിചാരിച്ചാൽ ഏതെങ്കിലും 400 രാജ്യത്തെ കൊണ്ട് ആ പ്രമേയം അവതരിപ്പിക്കാം. അവിടെയാണ് ലോകം ഗ്രൂപ്പ് ചെയ്യും. അവിടെ അപ്പോൾ പിന്നെ ഈ 26 പേര് എന്ന് പറയുന്നത് മരിച്ചത് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്. അപ്പോൾ വിവാദം ഉണ്ടാകും. അപ്പോഴാണ് ഡിബേറ്റ് ഉണ്ടാകുന്നത്. ഡിബേറ്റ് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം പാകിസ്ഥാനിൽ ട്രെയിൻഡായ തീവ്രവാദികളാണ് ആക്രമണം നടത്തിയത്. പക്ഷേ ലോകത്തിൻ്റെ ഈ ഡിബേറ്റ് വരുമ്പോൾ എങ്ങനെ പോകും? അതാണ് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത്. ഡിബേറ്റ് വരുമ്പം അത് പാകിസ്ഥാൻ ഒന്നും ചെയ്തിട്ടില്ല. കാശ്മീരിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കാശ്മീരിനുള്ളിൽ പടപൊരുതുന്ന വിമോചന സംഘങ്ങളുണ്ട്, മുജാഹിദീനുകൾ, അല്ലെങ്കിൽ ഫ്രീഡം ഫൈറ്റേഴ്സ്, അല്ലെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യ പോരാട്ടം അവിടെ നടക്കുന്നു. അതുകൊണ്ട് ഇവരെല്ലാം കാശ്മീരുകൾ തന്നെയാണ്. ഇന്ത്യൻ സേനയുടെ അതിക്രമത്തിനെതിരെ അവർ ഒരു സോഫ്റ്റ് ടാർഗറ്റ് തിരഞ്ഞെടുത്തു എന്നൊക്കെയുള്ള രീതിയിലുള്ള വിശകലനങ്ങളാണ് പാകിസ്ഥാൻ പടച്ചുവിടാൻ പോകുന്നത്. അതൊക്കെ എല്ലാവരും ഒന്നും ആ ഒരു കാര്യം മുഖവിലേക്ക് എടുക്കില്ല. പക്ഷേ കുറച്ച് രാജ്യങ്ങളെങ്കിലും കൂടെ നിർത്താൻ കഴിയും. അതുകൊണ്ട് ഇന്ത്യ ഒരു ആക്രമണത്തിലേക്ക് പാകിസ്ഥാൻ നടത്തിയ, അല്ലെങ്കിൽ തീവ്രവാദികൾ നടത്തിയ പഹൽഗാം ആക്രമണത്തെ ഒറ്റക്കെട്ടായി ലോകം വിമർശിക്കും, ഉറപ്പാണ്. ചൈന ഉൾപ്പെടെ വിമർശിച്ചു, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇന്ത്യ നടത്താൻ പോകുന്ന പ്രത്യാക്രമണത്തെയും അതേപോലെ തന്നെ വിമർശിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം ഉണർന്ന് പ്രവർത്തിക്കേണ്ടതും അമേരിക്കയുടെ പിന്തുണ അവിടെയാണ് വേണ്ടത്. അമേരിക്ക ഈസ് എൻ ഒപ്പീനിയൻ മേക്കിംഗ് കൺട്രി. ലോകരാജ്യങ്ങളുടെ അഭിപ്രായ രൂപീകരണത്തിന് വലിയ പങ്കുണ്ട്. ചൈനയ്ക്ക് അത്രയും സ്വാധീനമില്ല എന്ന് ഓർക്കണം. ചൈനയ്ക്ക് വ്യാപാര താല്പര്യങ്ങളുണ്ട്, മറ്റു താല്പര്യങ്ങളുണ്ട്. പക്ഷേ ചൈന പറഞ്ഞാൽ കേൾക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം കുറവാണ്. ചൈന സാമ്പത്തിക ശക്തി ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് ചൈന പാക് പക്ഷപാതിത്വം തീർച്ചയായും ആരോപിക്കുകയും ചെയ്യാം. അതുകൊണ്ട് അമേരിക്കയും ചൈനയും എന്തു പറയുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു കൂടിക്കാഴ്ച കൂടി നടന്നു. രാജ്നാഥ് സിംഗും, കൂടിക്കാഴ്ചയല്ല, ടെലിഫോണിക് കോൺവെർസേഷനാണ്, അമേരിക്കൻ സുരക്ഷാകാര്യ സമിതിയുടെ ചുമതലയുള്ള പീറ്റർ ഹെക്സത്തും. അപ്പം ഡിഫൻസ് സെക്രട്ടറി പീറ്റർ ഹെക്സത്ത് ടോക്ക് ടു രാജ്നാഥ് സിംഗ്, ദ ഡിഫൻസ് മിനിസ്റ്റർ. സംയമനം പാലിക്കണമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ സംയമനം പാലിക്കണമെന്ന് പറയുമ്പോഴും ഇന്ത്യ പറയുന്നത് ഫുൾ സപ്പോർട്ടാണ്. അപ്പോൾ എൻ്റെ പോയിന്റ് ഇതാണ്, അമേരിക്കയുടെ ഫുൾ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പരമാവധി സപ്പോർട്ട് അമേരിക്ക ഒരു നിലപാടെടുക്കും. അത് സൈനിക നിലപാടല്ല, മറിച്ച് നയതന്ത്ര നിലപാടെടുക്കും. ഇത് ഇന്ത്യക്ക് അർഹതയുണ്ട്. പാകിസ്ഥാനെ തിരിച്ചടിക്കാൻ, ഇന്ത്യയുടെ സുരക്ഷ ലംഘിക്കപ്പെട്ടപ്പോൾ തിരിച്ചടിക്കാൻ ഇന്ത്യക്ക് അവകാശമുണ്ട്. ഇസ്രയേലിൻ്റെ സുരക്ഷ ഹമാസ് ലംഘിച്ചപ്പോൾ ഒക്ടോബർ 7, 2023
ഇസ്രായേൽ തിരിച്ചടിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞ അതേ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഇന്ത്യക്ക് അതിനുള്ള അവകാശം ഉണ്ട്. ഹമാസ് എന്ന നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സാണ് അവിടെ ആക്രമണം നടത്തിയത്. ഇവിടെ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന ലഷ്കർ ഇ തോയ്ബയുടെ വിഭാഗമാണ് ഇവിടെ ആക്രമണം നടത്തിയത്. അത് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സാണ്. ഇപ്പം നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് നടത്തുന്ന ആക്രമണത്തിനും അത് നിസ്സഹായരായ ആൾക്ക് സൈനിക ആക്രമണമല്ല. അപ്പോൾ അതിന് തിരിച്ചടി കൊടുക്കാൻ, സൈനികമായി തിരിച്ചടി കൊടുക്കാൻ ഇന്ത്യക്ക് അവകാശമുണ്ടെന്ന നിലപാട് ലോകരാജ്യങ്ങളെ കൊണ്ട് എടുപ്പിക്കുക എന്നതാണ് ഇന്ത്യയുടെ നയതന്ത്ര ദൗത്യം. അതുകൊണ്ട് 2 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. ഒന്ന്, എന്താണ്, ഹഫീസ് സയ്യിദ് എന്ന ലഷ്കർ ഭീകരൻ ഏത് നിമിഷവും ആക്രമിക്കപ്പെട്ടേക്കാം. അദ്ദേഹത്തിന് പാകിസ്ഥാൻ അഭയം നൽകി, സുരക്ഷ ഒരുക്കി, കവചമൊരുക്കി കാത്തിരിക്കുന്നു. ബിൻ ലാഡന് മുൻപ് അബട്ടബാദിൽ സുരക്ഷ ഒരുക്കിയതുപോലെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അമേരിക്ക പൂർണ്ണമായും പാകിസ്ഥാനെ വിശ്വസിക്കില്ല. അമേരിക്ക പാകിസ്ഥാന്റെ സഹായം സ്വീകരിച്ചിട്ടുണ്ട്. സോവിയറ്റ് യൂണിയനിൽ അന്ന് സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ ഇടപെട്ടപ്പോൾ അതിനെതിരെ മുജാഹിദീനുകളെ സംഘടിപ്പിക്കാൻ പാകിസ്ഥാനിൽ തീവ്രവാദത്തെ വളർത്തി അമേരിക്കയെ പാകിസ്ഥാൻ സഹായിച്ചിട്ടുണ്ട്. അതാണ് പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത് സമ്മതിക്കുന്നു, അത് പഴങ്കഥയായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ബിൻ ലാഡന് സംരക്ഷണം ഒരുക്കിയതുപോലെ ബിൻ ലാഡൻ അമേരിക്കയ്ക്ക് സുരക്ഷാ ഭീഷണി സൃഷ്ടിച്ച ആളാണ്. ഹഫീസ് സയ്യിദ് ഇന്ത്യക്ക് സുരക്ഷാ ഭീഷണി സൃഷ്ടിച്ച ആളാണ്. അയാൾക്ക് സുരക്ഷാ കവചമൊരുക്കി. നോക്കൂ, 10 വർഷമാണ് പാകിസ്ഥാനിൽ അവിടെ ഇവിടെയും നമ്മൾ വിചാരിച്ചു ദോറ ബോറ ഗുഹകളിലാണ്, വേറെ എവിടെയെങ്കിലും വേണം, അഫ്ഗാനിസ്ഥാനിലാണ് ലാഡൻ എന്നല്ല വിചാരിച്ചത്. പക്ഷേ 2001 സെപ്റ്റംബർ 11, 2001 ആക്രമണത്തിന് ശേഷം 10 വർഷം കഴിഞ്ഞ് 2011 അബട്ടബാദിൽ വെച്ച്, അത് മിലിറ്ററി സാന്നിധ്യമുള്ള പാകിസ്ഥാൻ കരസേനയുടെ വലിയ സാന്നിധ്യമുള്ള അവരുടെ മൂക്കിന് മുന്നിൽ നിന്നുമാണ് അമേരിക്കയുടെ കമാൻഡോകൾ ബിൻ ലാഡനെ പൊക്കിയതും വധിച്ചതും. വലിയ ഒരു രോമാഞ്ചജനകമായ പോരാട്ടമായിരുന്നു. അതുകൊണ്ട് പാകിസ്ഥാൻ പുറത്ത് പറയുന്നതും ഉള്ളിൽ ചെയ്യുന്നതും രണ്ടാണെന്ന് അമേരിക്കയ്ക്ക് ട്യൂഷൻ ക്ലാസ് എടുക്കേണ്ട ഒരു കാര്യവുമില്ല. അത് അമേരിക്ക അറിയുന്നതൊരു കാര്യം. പക്ഷേ സൈനികമായ കച്ചവടം നടക്കണം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായാൽ അമേരിക്കൻ വിമാനങ്ങൾ F-16 ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ പാകിസ്ഥാൻ കൂടുതലായി വാങ്ങും, ആയുധങ്ങൾ വാങ്ങും. അമേരിക്കയിൽ നിന്ന് തന്നെയാണ് ആയുധങ്ങൾ വാങ്ങുന്നത്. അതൊന്നും വേണ്ടാന്ന് വെക്കാനൊക്കെ ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് പൊന്മുട്ടയിടുന്ന താറാവ് തന്നെയാണ്. അതിനെ ഞെക്കി കൊല്ലാനും അമേരിക്ക താല്പര്യപ്പെടില്ല. അങ്ങനെ ഒരു യാഥാർത്ഥ്യ ബോധത്തോട് വേണം ഇന്ത്യ കാര്യങ്ങളെ സമീപിക്കാൻ. പക്ഷേ ഓപ്പൺ മിലിറ്ററി സപ്പോർട്ട് പാകിസ്ഥാന് ഉണ്ടാവില്ല. ചൈനയുടെ പോലും ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ചൈനയ്ക്ക് ഒത്തിരി സംഘർഷങ്ങളുണ്ട്. ഭീകരവാദം ചൈനയെയും ബാധിച്ചിരിക്കുന്നു ഒരു പരിധിവരെ. അതുകൊണ്ട് ഗ്ലോബൽ ടെററിൻ്റെ ഒരു ഇര തന്നെയാണ് ചൈന പോലും. അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യ ആ രീതിയിലൊന്നും പിണക്കാനോ ഒരു ആക്റ്റീവ് കോൺഫ്ലിക്റ്റിലേക്ക് ഒരു ലോക്കലൈസ് ചെയ്ത് ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് എന്ന രീതിയിൽ ലോക്കലൈസ് ചെയ്യാനേ ചൈന ആഗ്രഹിക്കൂ. വലിയ തോതിലുള്ള ഇടപെട്ടാൽ തന്നെ ചൈനയുടെ ഇക്കണോമിക് ഇൻട്രസ്റ്റ് സെർവ് ചെയ്യുന്ന രീതിയിൽ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിനെ ദോഷം വരാതെ, കാരക്കോറം ഹൈവേക്ക് കണക്ടിവിറ്റി നഷ്ടപ്പെടാതെ, പാകിസ്ഥാൻ ചൈന ഇക്കണോമിക് കോറിഡോറിന് ഭ്രംശം വരാതെ, ചൈനീസ് തുറമുഖത്തെ ചൈനീസ് ഇൻവെസ്റ്റ്മെൻറ്റ് വെള്ളത്തിലായി പോകാതെ സംരക്ഷിക്കുക എന്നതിന് ഉപരിയായ ഒരു ഫിസിക്കൽ സപ്പോർട്ട് ചൈനയ്ക്കും ചെയ്യാനാണ്. പക്ഷേ ചൈനയുടെ വലിയ തോതിലുള്ള ആയുധങ്ങൾ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നു. മിസൈലുകളും എയർ ഡിഫൻസ് സിസ്റ്റവും എല്ലാം തന്നെ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് വലിയ രീതിയിലുള്ള സൈനിക സപ്പോർട്ട് 2 രാജ്യങ്ങൾക്കും ലഭിക്കാനില്ല. ഇപ്പോൾ ഇന്ത്യക്ക് ലഭിക്കാനില്ല. റഷ്യ അങ്ങനെ സൈനിക സപ്പോർട്ടൊന്നും തരാനില്ല. കാരണം റഷ്യ ഒരു യുദ്ധമുഖത്താണ്. റഷ്യക്ക് ഒന്നും തന്നെ ഇന്ത്യക്ക് തരാനില്ല. ഇപ്പോൾ അതിൻ്റെ ആവശ്യവുമില്ല. ഇന്ത്യ സ്വയം പര്യാപ്തമാണ്. ഇസ്രയേലാണെങ്കിലും യുദ്ധത്തിലാണ്. റഷ്യയും ഇസ്രയേലുമാണല്ലോ ഇന്ത്യക്ക് എന്തെങ്കിലും ആയുധപരമായ നേരിട്ടുള്ള സഹായം തരേണ്ടത്. അവർ രണ്ടുപേരും വലിയ പ്രശ്നത്തിലുമാണ്. പാകിസ്ഥാനും കാര്യമായ സപ്ലൈസ് ഒന്നും കിട്ടാനില്ല. അതുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും നേരിട്ട് ഇപ്പോൾ ഏറ്റുമുട്ടി പരിമിതമായി ലോക്കലൈസ് ചെയ്ത് പ്രതീകാത്മകമായി യുദ്ധം നടത്തി പിരിയുക എന്നതാണ്. നടത്താതിരിക്കില്ല, ഉറപ്പായി ആക്രമണം നടക്കും. നടത്തി ജോലി വിത്തിൻ കോട്ട്സ്, എൻ്റെ അഭിപ്രായമാണ് കേട്ടോ, ജോലി തീർത്ത് പിരിയുക എന്നാണ്. രാജ്യത്ത് ഉയർന്നു വരുന്ന വലിയ സമ്മർദ്ദമാണ്. ആ സമ്മർദ്ദം അങ്ങനെ താങ്ങാനാവില്ല ഗവൺമെൻറ്റിന്. ജനാധിപത്യ ഗവൺമെൻറ്റാണെന്ന് ഓർക്കണം. മറുപടി കൊടുക്കും, ഉറപ്പായി കൊടുക്കും. എപ്പോഴാണ് എങ്ങനെയാണ് അത് ഒരിക്കലും സിവിലിയൻസുമായിട്ട് ഗവൺമെൻറ് ഷെയർ ചെയ്യേണ്ട കാര്യമില്ല, ഷെയർ ചെയ്യില്ല, അത് പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. അതുണ്ടാവും. പക്ഷേ അതൊരു ആക്റ്റീവ് യുദ്ധത്തിലേക്ക്, ഓൾ ഔട്ട് വാറിലേക്ക്, എസ്കലേഷനിലേക്ക് നീങ്ങാൻ ചൈനയോ അമേരിക്കയോ മറ്റു രാജ്യങ്ങളോ ആഗ്രഹിക്കുന്നില്ല. തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനെ സഹായിക്കും എന്നൊക്കെ പറയുന്നത് കേവലം ഭാവന മാത്രമാണ്. അതൊക്കെ വെറും ഡിബേറ്റിന് വേണ്ടി നമുക്ക് പറയാം. ചില ഇസ്ലാമിക രാജ്യങ്ങൾ എല്ലാം പാകിസ്ഥാൻ സഹായത്തിന് വരില്ല. അറബ് ലീഗ് വരില്ല, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് സ്റ്റേറ്റ് വരില്ല, ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ വരില്ല. അതെന്തുകൊണ്ടാണ്?
അവർക്കെല്ലാം വ്യാപാര താല്പര്യങ്ങളാണുള്ളത്. പാകിസ്ഥാൻ അവർക്കൊക്കെ വളരെ പ്രിയപ്പെട്ട രാജ്യമായിരുന്നു മുൻകാലത്ത്. ഇപ്പോൾ ഇന്ത്യയുമായി ശക്തമായ വ്യാപാര ബന്ധമുള്ള ഇൻറ്റഗ്രേറ്റഡ് ഇക്കോണമീസാണ്. അതൊന്നും തകരാനും ബന്ധങ്ങൾ തകരാനും ഒന്നും അനുവദിക്കില്ല. ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മാത്രമുള്ള പ്രശ്നമാണെന്ന് അവർക്കും അറിയാം. മതത്തെ അവർ പാകിസ്ഥാൻ ഉപയോഗിക്കുകയാണെന്നും അറിയാനുള്ള ബുദ്ധി അറബി ഇസ്ലാമിക രാജ്യങ്ങൾക്കുണ്ട് എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് ഇറ്റ് ഈസ് ഓൾവേസ് അഡ്വാൻറ്റേജ് ഇന്ത്യ ലെറ്റ് വാർ ബി ലോക്കലൈസ്ഡ്. പരിമിതമായ തോതിൽ യുദ്ധം സംഭവിക്കാം, തിരിച്ചടി ഉണ്ടാവട്ടെ, പക്ഷെ അത് കൈവിട്ട് പോകാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അനുവദിക്കാതെ ഇരിക്കട്ടെ. അത്രയും മാത്രം നമുക്ക് ആഗ്രഹിക്കാം.